പൗർണമി തിങ്കൾ. രചന അവതരണം മിത്രവിന്ദ. മെയിൻ ഡോറിൻ്റെ മുന്നിൽ ചെന്നിട്ട് പൗർണമി അത് തുറക്കുവാനായി നോക്കിയതും പെട്ടെന്ന് ഒരു അലാറം ശബ്ദിച്ചു. ഞെട്ടി വിറച്ചുകൊണ്ട് അവൾ തൻ്റെ കൈ പിൻവലിച്ചു. അപ്പോഴേക്കും ലോക്ക് എന്നൊരു ശബ്ദം കേട്ടു. നോക്കിയപ്പോൾ ആലോഷി റിമോട്ട് എടുത്ത് ഡോറിലേക്ക് നോക്കി. എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. മര്യാദയ്ക്ക് വാതിൽ തുറക്ക്, എനിക്ക് പോണം. പൗർണമി അവന് നേർക്ക് തിരിഞ്ഞു. പോകാമല്ലോ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങളുടെ ഡോർ തുറക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. അയ്യേ, ഇതെന്തടി കൊച്ചേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? അങ്ങനെ നീ ശബ്ദമുയർത്തിയാൽ ഓടി വരാനേ നമ്മുടെ നാടല്ല കേട്ടോ ഇത്. അതും അലോഷയുടെ സാമ്രാജ്യത്തിൽ വന്നിട്ടോ? ചേച്ചേ, ഈ പെണ്ണിൻ്റെ ഒരു കാര്യം. ദേ, മനസ്സിലാകുന്ന ഭാഷയിൽ മര്യാദയായ രീതിയിലാണ് ഞാൻ നിങ്ങളോട് ഇതുവരെ സംസാരിച്ചത്. ഇനി അത് ഉണ്ടാവില്ല. ഇത് തുറക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാനിത് ചവിട്ടിപ്പൊളിക്കും. ഇത്തവണ പൗർണമിയുടെ ശബ്ദം കുറച്ചുകൂടി ഉയർന്നു. വൈകുന്നേരം 5 മണി വരെയാണ് ഓഫീസ് ടൈം. തനിക്കറിയില്ലേ ഇത്? 5 മണി കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും കൂടി ഒരുമിച്ച് പോകാം. ഇങ്ങോട്ട് വന്നതുപോലെ തന്നെ. അലോഷയുടെ ശബ്ദം അല്പം ഗൗരവത്തിലായി. എനിക്ക് താല്പര്യമില്ല ഇവിടെ തുടരുവാൻ. ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്തെങ്കിലും ബുദ്ധിമുട്ടാണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ മോള് തിരിച്ചു വന്നോളാൻ. ആയിക്കോട്ടെ. പക്ഷെ പൗർണമിക്ക് ഇവിടെ എന്ത് ബുദ്ധിമുട്ടാണ് വന്നത്? അതും കൂടി കേൾക്കട്ടെ. എനിക്ക് അലോഷിച്ചായൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് ഇവിടെ തുടരാൻ സാധ്യമല്ല. അതിനുവേണ്ടിയല്ല ഞാൻ ഇത്രയ്ക്ക് കഷ്ടപ്പെട്ട് പഠിച്ച് ഒന്നാമതെത്തിയത്. അതെന്താ? എൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയാൽ തനിക്ക് എന്തെങ്കിലും നാണക്കേടാണോ? അതെ, എനിക്ക് നാണക്കേടാ. താല്പര്യവുമില്ല. തിരിച്ചു പോണം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനെ വിളിച്ച് വിവരം പറയും. ഭീഷണിപ്പെടുത്തുവാണോ? ആലോഷി അവളെ നോക്കി ഒന്ന് മധുരമായി പുഞ്ചിരിച്ചു. ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തുവല്ല. എൻ്റെ ഭാഗം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങളുടെ കമ്പനിയാണ് ഇതെന്നറിഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഇവിടേക്ക് വരിക പോലുമില്ലായിരുന്നു. അതെന്താ? പൗർണമിക്ക് എന്നോട് എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമുണ്ടോ? എനിക്കാരോടും ഒരു വൈരാഗ്യവുമില്ല. പിന്നെന്താ തനിക്കിവിടെ തുടർന്നാൽ? എനിക്കതിന് കഴിയില്ല. ഞാൻ അത്രമാത്രം സ്നേഹിച്ച് എൻ്റെ കാത്തു പോലും ഒരു തരത്തിൽ പറഞ്ഞാൽ എന്നോട് വഞ്ചനയല്ലേ കാണിച്ചത്? നിങ്ങളുടെ രണ്ടാളുടെയും ഒത്തു കളിയായിരുന്നു ഇതെല്ലാം. ഒന്നും അറിയാതെ ഞാൻ ഇതിലേക്ക് അകപ്പെട്ടു പോയി. ദയവ് ചെയ്ത് ആ എഗ്രിമെൻ്റ് ക്യാൻസലാക്കിക്കൊണ്ട് എന്നെ ഇവിടെ നിന്ന് പോകുവാൻ അനുവദിക്കണം. ഇത്തവണ അവളുടെ ശബ്ദം നേർത്തു പോയി. 2 വർഷമാണ് എഗ്രിമെൻറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതെങ്ങനെയൊക്കെ ആയാലും മാറ്റാൻ കഴിയില്ല. പിന്നെ തനിക്ക് അത്രയ്ക്ക് ബുദ്ധിമുട്ടായ സ്ഥിതിക്ക് ഒരു കാര്യം ചെയ്യാം. അത് 6 മാസമായി ചുരുക്കിത്തരാം. അതിൽ കൂടുതലൊന്നും എനിക്ക് പറ്റില്ല. താനൊട്ട് ചോദിക്കുകയും വേണ്ട. ഒന്ന് ആലോചിച്ച ശേഷം അവളോട് അവൻ മറുപടി കൊടുത്തു. 6 മാസം പോയിട്ട് 6 ദിവസം പോലും എനിക്ക് പറ്റില്ല. എന്നാൽ പിന്നെ 15 ലക്ഷം രൂപ അടിച്ചിട്ട് താൻ പോയിക്കോ. നോ പ്രോബ്ലം. 15 ലക്ഷമോ? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? കമ്പനിക്കുണ്ടാകുന്ന നഷ്ടം സഹിക്കാമെന്ന് നീയല്ലേ ഈ എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തത്? എന്നിട്ടിപ്പോൾ ഓരോ ഡയലോഗ് ഇറക്കി വന്നേക്കുന്നു. മര്യാദയാണെങ്കിൽ മര്യാദ. പൗർണമി, 6 മാസം താൻ ഇവിടെ തുടരണം. അതിന് യാതൊരു മാറ്റവുമില്ല. ഈ അലോഷയുടെ ഒരു മുഖം മാത്രമേ നീ കണ്ടിട്ടുള്ളൂ. എൻ്റെ തനി സ്വഭാവം എങ്ങനെയാണെന്ന് നീ കാത്തൂനോടൊന്ന് ചോദിച്ചു നോക്ക്. അവൻ കടുപ്പിച്ചു പറഞ്ഞു. എനിക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. തിരിച്ചു പോയേ പറ്റൂ. കുറേ നേരമായല്ലോ പോകണമെന്ന് പറഞ്ഞ് ബഹളം കൂട്ടുന്നു. എങ്ങോട്ട് പോകുന്ന കാര്യമാ നീ ഈ പറയുന്നേ? ഇവിടെ എൻ്റെ ഓഫീസിൽ എന്നോടൊപ്പം ഇനിയുള്ള കാലം മുഴുവൻ നീ കഴിയും. കാണണോ നിനക്ക്? അവൻ പൗർണമിയെ നോക്കി ദേഷ്യത്തിൽ പറഞ്ഞു. അപ്പോഴേക്കും ആരൊക്കെയോ വന്ന് ഡോറിൽ തട്ടി. അലോഷി റിമോട്ട് ഉപയോഗിച്ച് ലോക്ക് മാറ്റി. 10-12 സ്റ്റാഫ്സ് അകത്തേക്ക് കയറി വന്നു. പൗർണമിക്ക് ആശംസകൾ അറിയിക്കുവാനും ബൊക്കെ കൈമാറുവാനും ഒക്കെയായിരുന്നു. അവൾ പിളറിയ ഒരു പുഞ്ചിരിയോടെ എല്ലാവരെയും നോക്കി. മാം, ഐ എം അവിനാഷ് അയ്യർ ഫ്രം പട്ടാമ്പി. ഇവിടെ 12 ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ചീഫ് ഹെഡാണ് ഞങ്ങളൊക്കെ. ബിലോ 400 സ്റ്റാഫ്സാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ. എല്ലാവരെയും മാമിന് പിന്നീട് പരിചയപ്പെടാം. യങ് ആൻഡ് ഹാൻസം ആയിട്ടുള്ള
ഒരു ചുള്ളൻ വന്നിട്ട് പാതി മലയാളവും ഇംഗ്ലീഷും കലർന്ന ഭാഷയിൽ അവളോട് സംസാരിച്ചുകൊണ്ട് ക്ഷയിക്കാൻ നൽകി. പൗർണമിയുടെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് അവൻ അത്രയും നേരം ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞത്. അത് കണ്ടതും അലോഷിയുടെ നെറ്റിയിൽ സമാന്തരമായി ചെറിയ വരകൾ വീണു. പൗർണമിയാണെങ്കിൽ കൈ പിൻവലിച്ചുകൊണ്ട് ആശ്വാസത്തോടെ ഒന്ന് നെടുവീർപ്പെട്ടു. പിന്നീട് എല്ലാവരോടും ജസ്റ്റ് ഒന്ന് സംസാരിച്ചു. 4 ലേഡി സ്റ്റാഫും ബാക്കി 8 പേര് ജെൻസുമായിരുന്നു ടീം ഹെഡ്. അവർ പുറത്തേക്ക് പോയ ശേഷം പൗർണമി അലോഷിയെ ഒന്ന് നോക്കി. അവൻ ലാപ്പിൽ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഒപ്പം ക്വാളിഫിക്കേഷൻ ഉള്ളവളാണ് ഞാനും. എന്നിട്ട് എനിക്കെന്താ ഈ ഒരു പൊസിഷൻ മാത്രം തന്നത്? അവരുടേതുപോലെ എന്തെങ്കിലും ജോലി തരാൻ പറ്റുമോ? തൻ്റെ ശബ്ദം അല്പം മയപ്പെടുത്തിക്കൊണ്ട് അവൾ അലോഷിയോട് ചോദിച്ചു. ആലോചിക്കാം. അവൻ ഫോണിൽ ആരെയോ വിളിക്കുവാനായി അത് കാതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പൗർണമിയോട് മറുപടിയും പറഞ്ഞു. 6 മാസം ഇവിടെ തുടരാതെ വേറെ നിർവാഹമില്ലെന്ന് അവൾക്ക് ഏറെക്കുറെ മനസ്സിലായി. ഇല്ലെങ്കിൽ വലിയൊരു തുക ഇവിടെ കെട്ടിവെക്കേണ്ടി വരും. 1000 രൂപ തികച്ചെടുക്കാൻ തനിക്കും തൻ്റെ കുടുംബത്തിനും നിവൃത്തിയില്ല. അപ്പോഴാ 15 ലക്ഷം. അലോഷി ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല ഒഴുക്കോടെ ആരോടോ സംസാരിക്കുന്നുണ്ട്. അത് കേട്ട് കുനിഞ്ഞ മുഖത്തോടെ പൗർണമിയും ഇരുന്നു. അപ്പോൾ എങ്ങനെയാ പൗർണമി? തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? ഫോൺ കട്ട് ചെയ്ത ശേഷം അവൻ അവളെ നോക്കി ചോദിച്ചു. 6 മാസം ജോലി ചെയ്തോളാം. പക്ഷേ എനിക്ക് ചില കാര്യങ്ങൾ ചോദിക്കുവാനുണ്ട്. എന്താണ്? കേൾക്കട്ടെ. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നു. എന്തിനായിരുന്നു അലോഷിച്ചായനും കാത്തും കൂടി ഇങ്ങനൊരു നാടകം കളിച്ചത്? ഇത് നിങ്ങളുടെ കമ്പനിയാണെന്ന് എന്തിനാ മറച്ചു വെച്ചത്? എന്നിട്ട് കാത്തൂന് ഇവിടെ ഒരു ജോലി പോലും കൊടുത്തില്ലല്ലോ. അതെന്താ? കാത്തു ഇതൊന്നും അറിഞ്ഞിട്ടില്ല പൗർണമി. ചുമ്മാ കള്ളം പറയല്ലേ. വൈകുന്നേരം വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് നീ കാത്തൂനോട് ചോദിച്ചു നോക്ക്. കാത്തൂന് ഇവിടെ ജോലി കൊടുക്കാത്തത് എന്താണ്? അവൾ ഇൻ്റർവ്യൂ പാസ്സായില്ല, അത്ര തന്നെ. ചുമ്മാ ഉരുണ്ട് കളിക്കാതെ. അതോ എന്നെ ഇനിയും പൊട്ടിയാക്കുവാണോ? എൻ്റെ പെണ്ണെ, നീ എന്തിനാ വെറുതെ കാട് കയറുന്നേ? അവൾക്ക് ഈ വിവരമൊന്നും അറിയില്ലെന്നേ. സത്യമായിട്ടും. ശരി, സമ്മതിച്ചു. ഇന്നലെയൊക്കെ എത്ര പ്രാവശ്യം കാത്തു ഈ കമ്പനിയെക്കുറിച്ച് അറിയാമോ എന്ന് ചോദിച്ചിട്ട് പോലും ഇച്ചായൻ എന്താ ഒന്നും പറയാഞ്ഞത്? ചുമ്മാ ഒരു രസം. അവനൊന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ മുന്നിലിരിക്കുന്ന പൗർണമിയെ നോക്കി. അവളാണെങ്കിൽ അവനെ ദഹിപ്പിച്ച് കൊല്ലുന്ന മട്ടിലാണിരിപ്പ്. കത്തി ജ്വലിക്കുകയാണ്. നീ സരസ്വതി മാഡത്തെ കണ്ടില്ലല്ലോ കൊച്ചേ? പറയുന്നതിനൊപ്പം അവൻ തൻ്റെ ഫോൺ അവളുടെ നേർക്ക് നീട്ടി. സാരിയൊക്കെ ഉടുത്ത ഒരു സുന്ദരിയായ സ്ത്രീയെ. PSന്റെ ഡ്രസ് കോഡ് കണ്ടല്ലോ അല്ലേ? അവൻ പറയുന്ന കേട്ടതും പൗർണമിയുടെ നെറ്റി ചൊളിഞ്ഞു. സാരിയോ? സാരി എന്താ കേട്ടിട്ടില്ലേ? എനിക്കതൊന്നും പറ്റില്ല. ഞാൻ ചുരിദാർ മാത്രമേ ഇടുള്ളൂ. എന്നിട്ട് അന്ന് ഹെലൻ്റെ കല്യാണത്തിന് വന്നപ്പോൾ നീ സാരി ഉടുത്തല്ലോ. അതന്ന് കല്യാണത്തിന്. ഇതിപ്പോൾ ഇവിടെ അതൊന്നും പറ്റില്ല. എനിക്ക് താല്പര്യവുമില്ല. കമ്പനിയിലെ PS അതാണ് ധരിക്കേണ്ടത്. അതാ പറഞ്ഞേ, എന്നെപ്പോലൊരു പെൺകുട്ടിക്ക് ഇവിടെ തുടരാനാവില്ലെന്ന്. എന്നാൽ പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ചെയ്യേ. ചുരിദാറിട്ടോ, പ്രശ്നം തീർന്നല്ലോ. അലോഷി പെട്ടെന്ന് പറഞ്ഞു. പിന്നെ അവൻ്റെ ഫോണിലേക്ക് കോൾ വന്നതും അതെടുത്തുകൊണ്ട് അലോഷി പുറത്തേക്ക് ഇറങ്ങിപ്പോയി. പൗർണമിക്കാണെങ്കിൽ ശരിക്കും തലവേദനയായി എന്ന് വേണം പറയാൻ. ആകെ കൂടി ട്രാപ്പിലായതുപോലെ. അല്ല, ആക്കിയതാണ്. ഇയാളുടെ ഉദ്ദേശം എന്താണ്? എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ബാഗ് എടുത്തു. അതിലായിരുന്നു അവളുടെ ഫോണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കി. കാത്തുവിൻ്റെ മെസ്സേജ്. ഒപ്പം അച്ഛനും അമ്മയും ഒക്കെ അയച്ചിട്ടുണ്ട്. കുഴപ്പമില്ല, ഓക്കെയാണ്. 10-400 പേര് സ്റ്റാഫായിട്ട്. അവൾ അച്ഛനും അമ്മയ്ക്കും ഒരുപോലെ മെസ്സേജ് അയച്ചു. കാത്തുവിനോട് എല്ലാം വന്നിട്ട് പറയാമെന്ന് മാത്രം അയച്ചുള്ളൂ. അലോഷയോടൊപ്പം ഒരു സായിപ്പും മാതാമ്മയും കയറി വരുന്നത് കണ്ട് പൗർണമി ചാടി എഴുന്നേറ്റു. നല്ല ഒഴുക്കോടെയുള്ള അവൻ്റെ ഇംഗ്ലീഷ് കേട്ടതും അറിയാതെ അവളുടെ മിഴികൾ വിടർന്നു പോയി. പൗർണമിയെ പരിചയപ്പെടുത്തിയതും അവൾ അവരുടെ നേർക്ക് കൈകൂപ്പി കാണിച്ചു. തിരിച്ചവരും എന്തൊക്കെയോ ചോദിച്ച് ഒരു തരത്തിൽ മറുപടിയും കൊടുത്തു. അവരോട് സംസാരിക്കുവാൻ അവൾക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു.
അത് മനസ്സിലാക്കി തന്നെ അലോഷി ആ സംസാരം ഒഴിവാക്കിക്കൊണ്ട് ഒഫീഷ്യൽ മാറ്റേഴ്സിലേക്ക് വന്നു. ഏകദേശം 1.5 മണിക്കൂർ അവരുമായി ചർച്ചയായിരുന്നു. അവൻ എന്തൊക്കെയോ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. സത്യം പറഞ്ഞാൽ പൗർണമിക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. എല്ലാം കഴിഞ്ഞ് അവർ പോകാൻ എഴുന്നേറ്റപ്പോൾ നേരം 1:30 കാലത്തെ ഒരപ്പം കഴിച്ചതാണ്. വയറൊക്കെ വിശന്ന് കാണുന്നുണ്ട്. കുറച്ച് വെള്ളമെടുത്ത് കുടിച്ചിട്ട് അവൾ കസേരയിലേക്ക് ചാരിക്കിടുന്നു. അലോഷി അവരെ യാത്ര അയച്ചിട്ട് കയറി വന്നു. നമുക്ക് കഴിച്ചാലോടാ, വിശക്കാൻ തുടങ്ങി. അവൻ്റെ ശബ്ദം കേട്ടതും അവൾ പിടഞ്ഞെഴുന്നേറ്റു. പെട്ടെന്നായതുകൊണ്ട് പൗർണമി ഒന്ന് വേച്ചുപോയി. ഹ, സൂക്ഷിച്ചു കൊച്ചേ, ഇപ്പം വീടില്ലായിരുന്നോ? അവൻ അവളുടെ തോളിൽ പിടിച്ച് നേരെ നിർത്തി. വാ കഴിക്കാം, തൊട്ടപ്പുറത്തെ റൂമാണ്. അലോഷി മുന്നോട്ട് നടന്നു. അലോഷിച്ചായും കഴിച്ചു, അത് കഴിഞ്ഞു മതി എനിക്ക്. അവനോടൊപ്പം ഇരിക്കാൻ അവൾക്ക് എന്തോ ബുദ്ധിമുട്ട് തോന്നി. അതെന്താ അങ്ങനെ? ഇന്നലെ രാത്രിയിലും ഇന്ന് കാലത്തും നമ്മൾ ഒരുമിച്ചിരുന്നല്ലേ കഴിച്ചത്? പിന്നെന്താ ഇപ്പോൾ ഒരു മടി? അവൻ ഗൗരവത്തിൽ ചോദിച്ചു. പൗർണമി ഒന്നും മിണ്ടാതെ നിന്നപ്പോൾ അലോഷി അവളുടെ വലങ്കയിൽ പിടിച്ചു. എന്നിട്ട് കസേരയിൽ ഇരുത്തി. ഇരിക്ക് പൗർണമി, ഇവിടെ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചെന്ന് കരുതി നിനക്ക് എന്താ സംഭവിക്കുന്നത്? ഒന്ന് നോക്കട്ടെ. അവൻ തൻ്റെ ലഞ്ച് ബോക്സ് തുറന്നുകൊണ്ട് അവളെ ഒന്ന് നോക്കി. ക്യാൻറ്റീനിൽ നിന്നും നേരത്തെ ഫുഡൊക്കെ വരുത്തിച്ചു വെച്ചിട്ടുണ്ട്. വേറെ നിർവാഹമില്ലാതെ പൗർണമി അവനോടൊപ്പമിരുന്ന് കഴിച്ചു തുടങ്ങി. ഇടയ്ക്കൊക്കെ അവളുടെ മുഖം ദയനീയമാകുന്നുണ്ട്. ഇടയ്ക്കൊക്കെ വലിഞ്ഞു മുറുകുന്നു. എല്ലാം ഒളികണ്ണാൽ നോക്കിക്കൊണ്ട് അവനൊന്ന് ചിരിച്ചു. ഒപ്പം ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോൾ ഇതെല്ലാം അറിഞ്ഞ് കാത്തു ഉണ്ടാക്കുന്ന പൊല്ലാപ്പ്. ഹോ, എൻ്റെ പാറേപ്പള്ളി മാതാവേ, ഇന്ന് ആ പെണ്ണിനെ എങ്ങനെ നേരിടും എനിക്കറിയാൻ മേല. കഴിച്ചെഴുന്നേറ്റ് കൈയൊക്കെ കഴുകി വന്ന ശേഷം അലോഷി വീണ്ടും ലാപ്പ് ഓൺ ചെയ്തു തൻ്റെ ജോലികൾ തുടർന്നു. പൗർണമി അവിടെ ഫ്രീ ആയിട്ടിരുന്നപ്പോൾ ഒരു പെൺകുട്ടി കയറി വന്നു. മാം, ഐ ആം അനുപമ രാജ്. അവൾ കൈ നീട്ടിയതും പൗർണമി തിരിച്ച് ഒരു ഷേക്ക് ഹാൻഡ് നൽകി. മാമിനോട് ജോലിയുടെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാർ എന്നെ ഏൽപ്പിച്ചത്. സിസ്റ്റത്തിൽ നോക്കിയിരുന്ന് അലോഷയെ നോക്കി അനുപമ പറഞ്ഞു. പൗർണമി, താൻ അനുപമയുടെ കൂടെ ചെന്നോളൂ. തനിക്ക് വേണ്ട സഹായമൊക്കെ ചെയ്തു തന്നോളൂ. അവൻ പറഞ്ഞതും പെട്ടെന്ന് പൗർണമി എഴുന്നേറ്റു. എന്നിട്ട് അവൻ്റെ റൂമിനോട് ചേർന്ന മറ്റൊരു റൂമിലേക്ക് അനുപമയുടെ പിന്നാലെ പോയി. ഞാൻ കുറച്ചേറെ ബുദ്ധിമുട്ടും, ഇത് ഐറ്റം വേറെയാ. അവളുടെ പോക്കും നോക്കി അലോഷി സീറ്റിലേക്ക് ചാരിയിരുന്നു. കാര്യമൊക്കെ ശരി തന്നെ, പക്ഷെ നീ ഈ അലോഷിയുടെ പെണ്ണാ. അതിനൊരു മാറ്റവുമില്ല. അഥവാ വേറെന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ അന്ന് അലോഷി തീരണം. അവൻ മെല്ലെ മിഴികൾ പൂട്ടി ഒരു നിമിഷമിരുന്നു. കാത്തുവിൻ്റെ ഫോണിൽ ആദ്യമായി കണ്ട അവളുടെ കൂട്ടുകാരി കൊച്ച്. അവൾ അറിയാതെ ആ ഫോണിൽ നിന്നും താൻ ഫോട്ടോ അടിച്ചു മാറ്റി. അവളെ നോക്കി ഏറെ നേരം അടച്ചിട്ട മുറിയിലെ തൻ്റെ കിടക്കയിലിരിക്കുകയാണ്. തൻ്റെ ഹൃദയത്തിലേക്ക് ഒരു തിരമാല പോലെ അലയടിച്ച് കയറി വരികയാണ് തൻ്റെ പൗർണമി. തുടരും.